ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ പുതിയ ചാനലാണിത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും ഞാൻ വിചാരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അങ്ങനെ നമ്മൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി 3 മാസം നമ്മളെ പിടിച്ചിട്ട് 3 മാസം എന്താ ചെയ്യുക. ഇവിടെ സാറാനുള്ളൂ ഇയാളാണ് നമ്മൾ അയച്ചിട്ട് ബാക്കി വലിപ്പം കേട്ടോ പോലീസ് സ്റ്റേഷന് പണിയെടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ തൽക്കാലമാക്കിയാണ്ട് ബാക്കിയുള്ള പ്രശ്നേഴ്സിനൊക്കെ മാറ്റിയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ജയിൽ കഴിഞ്ഞിട്ട് ഗൈസ്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ പൊളിച്ച് ഗ്ലാസ്സൊക്കെ വെച്ചാണ് ജനലായിക്ക്. ഇവിടെ എന്താണ് നമുക്കറിയില്ല. നമുക്കിനി പോയേക്കാം. നമ്മളെ മുടിക്കാകെ വളർന്ന് ആകെ എന്താ പറയുക ഒരുമാതിരി ആയിട്ടുണ്ട്. നമുക്ക് നേരെ പുറത്ത് പോവാം. ഹലോ സാറേ, അപ്പോൾ ഞാൻ പോട്ടെ? എടാ നീ പോയിക്കോടാ മോനെ. ഓക്കെ സാറേ, അപ്പം ഞാൻ പോവാ. നമുക്ക് പോവാം ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് പോകാൻ വണ്ടിയില്ല. എന്താ പറയുക, ഡിഫൻഡർ എടുക്കുന്നുണ്ട്. എങ്ങനെ പോവാ? നമുക്ക് ഡിഫൻഡർ എടുത്ത് പോയാലോ ഗൈസ്? പോലീസുകാരൻ്റെ ആണോ നമുക്കറിയില്ല. ചോദിച്ചു നോക്കണം. ചോദിച്ചു നോക്കാം. സാറേ 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 അത് നിങ്ങളുടെ വണ്ടിയാണോ? സാറേ നിങ്ങളുടെ വണ്ടിയാണോ? സാറേ നിങ്ങളുടെ വണ്ടിയാണോ? തീയാണ് മുണ്ടാത്ത്. സാറേ നിങ്ങളുടെ വണ്ടിയാണോ? എൻ്റെ വണ്ടിയാണ്. ഇയാൾക്ക് വലിയ മോഡാണല്ലോ. കുറേ ചോദിച്ചിട്ട് അയാൾ പറയണം. അപ്പോൾ ഗായ്സ് നമുക്ക് ഇവിടെ പോവാം. ഇയാളത്ത് കുറച്ച് ജാടക്കാരനാണ്. നമുക്കല്ലെങ്കിൽ ഇയാൾ ജാടക്ക് ഡിഫൻഡറും അടിച്ചാറ്റിയാലോ? ഇയാൾ നോക്കണ്ടോ എല്ലാ ദീകളും ഒഴികാണ്ട് നമുക്ക് കറങ്ങാണ്ട് നമുക്ക് ഡിഫൻഡർ എടുക്കാം. നമുക്ക് അങ്ങോട്ട് നോക്കണ്ടോ? ഇയാൾ കാണാൻ പാടില്ല. അത് നേരെ കറങ്ങിയാണ്ട് നമുക്ക് ഡിഫൻഡർ എടുത്ത് പോവാം. അയാൾ കാണുന്നുണ്ടോ? വണ്ടിയില്ല മേടിക്ക്. അപ്പൊ സാറേ ഞാൻ പോയി. ടാറ്റ ബൈ ബൈ. പോവാ ഗൈസ്. അയാൾ നമ്മൾ വെയിത്താനും വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം. എൻ്റെ മോനെ ഡിഫൻഡർ സെറ്റാണ് കേട്ടോ. നല്ല അടിപൊളി വണ്ടി. ഇയാൾക്കൊരു ഭയങ്കര റിച്ചാവുന്നു ആ പോലീസുകാരന്. നമുക്ക് ഏതായാലും നേരെ വിട്ടടിച്ച് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇതേതായാലും ലംബോർഗിനിയാണ്. നമുക്ക് എടുത്താലോ? വേണ്ട, നമുക്കിപ്പോൾ ഡിഫൻഡറിനെ എടുത്ത് പോവാം. വണ്ടിക്ക് ചെറിയൊരു കൺട്രോൾ ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ ആദ്യമായിട്ടൊരു ഡിഫൻഡർ ഇതാ പോണ്. എൻ്റെ മോനെ വണ്ടി അടിച്ചു പോയി. ഞാൻ പറഞ്ഞ വണ്ടിക്ക് കൺട്രോൾ ഇല്ലാന്ന്. നമ്മൾ 2 ഡോറും പോയി, ആ വണ്ടീൻ്റെ ബമ്പറും പോയി. ഒന്ന് മേപ്പുറത്ത് പോകാം. ഏതോ റിച്ചാ തോന്നുന്നു. അതൊക്കെ ഓടിമുട്ട പോണ്. നമ്മളെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല. നമുക്ക് എങ്ങനെയും നന്നാക്കണം. എന്നാലും നല്ല ഇഷ്ടമായി വണ്ടി. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളെ വീട്ടിൽ പോയിട്ട് കാണാം. അങ്ങനെ നമ്മളെ വീടിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം. നമ്മളെ വീട് എത്ര കാലത്തിൻ്റെ വെച്ചാൽ നമ്മൾ കാണുന്നു. എൻ്റെ മോനെ എന്താ പറയുക, എന്തൊക്കെയാ നല്ല മാറ്റമല്ലേ മൈജി. നമ്മൾ വണ്ടി അങ്ങ് പൊളിഞ്ഞില്ലേ. ഷടാ, നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കണം. ഒരു 2 ദിവസം കൊണ്ട് കിട്ടിയ കാര്യം വണ്ടി. 2 ഡോറ്, 2 അല്ല 3 ഡോറ് പോയിട്ടോ. നമ്മൾ ഫോർച്യൂണർ കൊണ്ടുപോയില്ലോ. എന്നിട്ട് പോയത് ചേടാ, നമ്മൾ ഫോർച്യൂണർ കാണാനല്ല, നമ്മൾ ബൈക്കിൻ്റെ ഗാരേജ് ബൈക്കും ഇല്ല. അതൊക്കെ ആരോ സീസ് ചെയ്ത് കൊണ്ടുപോയി. ചേടാ, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിന്, ഓരൊന്ന് സീസ് ചെയ്ത് എനിക്കറിയാം. എന്തോടെ നോട്ടീസ്. എൻ്റെ മോനെ എന്തോ ബാങ്കിൽ നിന്ന് നോട്ടീസ് അതുകൊണ്ട് ഗൈസ്. നമ്മളെ വണ്ടിയൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ മോനെ ബാങ്കിൽ നിന്ന് നോട്ടീസ് തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. എൻ്റെ മോനെ നമ്മളെന്താ കാട്ടുക ഗൈസ്. ഇനി അവസാനമായിക്കോട്ടെ നമുക്ക് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. ഇപ്പോൾ കുറച്ച് തന്നെ വരിക കാര്യം ജപ്തി ചെയ്യാൻ. എൻ്റെ TV, എൻ്റെ ബെഡ്. എൻ്റെ മോനെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എന്നാ ഇത് നമ്മളെ കയ്യിൽ നിന്ന് പോവില്ലേ ഗൈസ്. മിസ്സാവുണ്ടോ ഗൈസ്. നമ്മളിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഏതായാലും നമുക്ക് നമ്മളെ ബാങ്കിലത്തെ ചേച്ചിൻ്റെ അടുത്തേക്ക് പോയാകാം. നമുക്ക് ഒരു ദിവസത്തെ അളവ് വരാം, അല്ലെങ്കിൽ 2 ദിവസം, 3 ദിവസങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം. നമുക്കിപ്പോൾ മാക്സിമം ഒരു ദിവസം കിട്ടുക നമുക്ക് നോക്കാം ആദ്യം. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മളെ ബാങ്കിലത്തെ ചേച്ചിൻ്റെ വീട്ടിൽ പോവാട്ടോ. നമുക്ക് ഒട്ടും സമയമില്ല. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. നമുക്ക് നേരെ മാഡത്തിനെ പോയിക്കൊണ്ട് കണ്ടുകൊണ്ട് നമുക്ക് ഒരു ദിവസത്തെ അളവ് എങ്ങനെയും കിട്ടുക നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ മാഡം, നിങ്ങളിവിടെ ഉണ്ടോ? നമുക്ക് ഉള്ളിൽ കയറിയേക്കാം ഗൈസ്. ഇവിടെ ആളുടെ ലക്ഷണമൊന്നും ഇല്ലല്ലോ. ഹലോ ചേച്ചി. ഹലോ മാഡം. ചേച്ചി മാഡം
മാഡം ചേച്ചി മാഡം നമുക്ക് വിളിച്ചോക്കാം ഗൈസ്. നമ്പർ 3553. അപ്പോൾ ഗൈസ് മാഡം നമുക്കൊരു ലൊക്കേഷൻ അയച്ചു തന്നാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. അവിടെ കുറച്ച് നേരം കാത്തിക്കാനാണ് പറഞ്ഞത്. മാഡം എന്താ വാക്കിങ്ങിന് അങ്ങനെ എന്തിനാ പോയിക്കാന്നാണ് പറഞ്ഞത്. നമുക്ക് നേരെ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ആ ലൊക്കേഷൻ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി വെക്കാം. ഇവിടെ എവിടെയാണ് വരാമെന്ന് പറഞ്ഞതിന് കാണുന്ന ബിൽഡിംഗ് ആണ്. നമുക്ക് നേരെ അവിടെ പോയി നോക്കാം. കുറേ ഡിഫറൻറ്റ് ഉണ്ടല്ലോ നമ്മൾ സിറ്റിയിൽ നമ്മൾ ജയിലിൽ കയറിയതിന് ശേഷം. അപ്പോൾ ഡിഫറൻറ്റ് വലിയ ഇതില്ല, എന്നാലും നമുക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ ഈ കണ്ടന്റ് എടുത്തു ഗൈസ്. കുറേ ഇതപ്പോൾ ഡിഫൻഡർ പോണ്. സാറിൻ്റെ വലിയ ആരെങ്കിലും കാണും, ആ പോലീസുകാരൻ്റെ. അങ്ങനെ നമ്മൾ മൂന്ന് നല്ല പോണ്. ഒരു ഡൗട്ട് നമുക്ക് കാണാത്തായിരിക്കാം. അത് പോയി. നമ്മളെ മാഡം എപ്പോഴാണ് വരിക നമുക്കറിയില്ല. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ഇവിടെ ഉണ്ടാകുന്ന നമുക്കൊന്നുകൂടി വിളിച്ചു നോക്കാം. അതിന് കണ്ട നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മളെ മാഡത്തിനെ കണ്ടുപിടിച്ചിരുന്നു. മാഡം എന്തോ നടക്കാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. നടക്കുമ്പോൾ ഏതാ ഒന്ന്. മാഡം എനിക്ക് ഒരു സ്ഥലം കൂടി തരുമോ? എന്താ പറയുക, ഞാൻ ഇപ്പം ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. പൈസ ഒന്നുമില്ല. ഒരു സ്ഥലം വരികയാണെങ്കിൽ എനിക്ക് വലിയ സഹായം. ഇനി നീ പറയുന്ന പോലെ അത്ര പെട്ടെന്നൊന്നും എനിക്ക് അളവ് തരാൻ പറ്റൂല. നിന്റെ വീട് ഞങ്ങൾ ജപ്തി ചെയ്തേക്കാണ്. നീ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ആലോചിക്കണേ. നീ ഇനി ആണെ നമുക്ക് ഒരു ദിവസം നോക്കാം. നാളെ കാലത്ത് വന്നാലും ഞങ്ങൾ നിന്റെ വീട് ജപ്തി ചെയ്യും. നീ അതേ റെഡിയാണോ ഫ്രാങ്ക്ലിനെ? ഞാൻ എപ്പോഴേ റെഡി. അപ്പോൾ ഓക്കെ മാഡം, നമുക്ക് പിന്നെ കാണാം. നാളെ രാവിലെ ഞാൻ പൈസ അടക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. നമുക്കിനി ഇങ്ങനെ പൈസ ഒപ്പിച്ചണം. ഇനി അങ്ങനെ പൈസ ഒപ്പിച്ചിട്ട് ഐഡിയ ഇല്ല നമുക്ക്. ഇപ്പോൾ യാതൊരു വഴിയില്ല നമുക്ക് നമ്മളെ വീട് തിരിച്ചു പിടിച്ചാൽ. ഒരാഴ്ച കിട്ടുകയാണെങ്കിൽ നമുക്ക് സുഖം. ഇപ്പം നമുക്ക് ഒരു ദിവസത്തിനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തീരെ ലക്കില്ല. അപ്പം നേരെ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോകാം. എന്തെങ്കിലും വഴി നമ്മളെ മുന്നിലേക്ക് വരാക്കില്ല. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഒരു ഐഡിയ നമ്മൾ ഇനിയിപ്പോൾ എന്താ കാട്ടുകയെന്ന്. നമുക്ക് നേരെ ഇനിയിപ്പോൾ ഒരു ഐഡിയ നമുക്ക് നേരെ വീട്ടിൽ പോയി കിടക്കാമെന്ന് ലക്ഷ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എത്ര കാട്ടാൻ വയ്ക്കില്ല ഗൈസ്. ഇനിയിപ്പോൾ നമ്മളെന്താ കാട്ടുക ഗൈസ്? നമ്മളെ വീടിനിപ്പോൾ നമ്മൾ മിസ് ചെയ്യും. നമ്മളെ സ്വിമ്മിങ് പൂള്, നമ്മളെ ബൈക്ക് ഗാരേജ്, നമ്മളെ AC, TV, ബെഡ്, ഇതൊക്കെ നമ്മൾ മിസ് ചെയ്യാൻ പോവുക. ഞാൻ ഈ കാര്യം കേട്ടാൽ പോവാം ഗൈസ്. ഞാനിപ്പോൾ ബെഡിൽ പോയി കിടക്കാൻ പോവുകയാണ്. നാളെ കാലത്ത് വരെ ഞാൻ കിടക്കുകയാണ്. ഇപ്പോൾ ഗൈസ് നമ്മൾ വീടിൻ്റെ ബാക്കിൽ നിന്നാണ് കേട്ട്. നമുക്ക് നേരെ പോയി നോക്കാം. ഇവിടുത്തെ കുറേ പോലീസുകാരൊക്കെ. ഓക്കെ, ഇവിടെ എന്തോ ട്രക്കൊക്കെ കിടക്കുന്നുണ്ട്. നമുക്കങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഇതേതാ ഗോൾഡൻ കളർ വണ്ടി ഇട്ടോ ഗൈസ്. ഇതേതാ വണ്ടി? കണ്ടൊരു റോൾസ് റോയ്സ് ഫാൻ്റെ ഇതേതാ വണ്ടി വെച്ച് മനസ്സിലാവണ്ട. റോൾസ് റോയ്സാ തോന്നുന്നു. ആ സാറേ പോ. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട് ഗോൾഡൻ കളർ. പിന്നെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. എൻ്റെ മോനെ KTM. നമുക്ക് റോൾസ് റോയ്സ് എടുത്താണ്ട് നമുക്ക് നമ്മളെ ജപ്തി ചെയ്ത ഈ വീട് നമുക്ക് തിരിച്ചു പിടിച്ചാൽ ഗൈസ്. നമുക്ക് ബാക്കിയുള്ള പൈസ നമുക്ക് കുറേ ബിസിനസ് തുടങ്ങാം ഗൈസ്. നമുക്കിപ്പോൾ എങ്ങനെയാണ് KTM ഇവിടെ അടിച്ചാട്ടാ. ഈ റോൾസ് റോയ്സ് മറിഞ്ഞെടുത്ത് നമുക്ക് അപ്പോൾ നേരെ KTM അടിച്ചാട്ടാ ഗൈസ്. നമ്മളെങ്ങനെയൊക്കെ ട്രക്കിൻ്റെ ബാക്കിലൂടെ ഒന്നാട് സൈഡിൽ കയറിയാണ്. നേരെ ചാടി കയറിയാണ് നമ്മൾ KTM എടുക്കുക. ഇത് RGB KTM കേട്ടോ. മോനെ സെറ്റ് സാധനം. നമുക്കിത് എടുത്ത് പോകാം. ഫുള്ള് ലൈറ്റിംഗ് ആണ്. ബൈക്കിന് റിം വരെ RGB ലൈറ്റിംഗ് കേട്ടോ ഗൈസ്. എൻ്റെ മോനെ സെറ്റാണ്. നമുക്ക് നേരത്തെ നമ്മളെ സീക്രട്ട് ബേസ് കൊണ്ടുപോയി അതോ നമ്മൾ നൈസായി വണ്ടി ചാടിച്ചാണ്. നേരെ പോലീസ് വണ്ടീൻ്റെ ഡോറുമായി കുടുങ്ങി. നമുക്ക് ഇവിടെ നിന്ന് ചാടിച്ചെടുക്കാൻ നോക്കാം ഗൈസ്. എൻ്റെ മോനെ വണ്ടി എങ്ങനെയൊക്കെ നമുക്ക് കിട്ടി. നമുക്ക് നേരെ സീക്രട്ട് ബേസ്ക്ക് വെച്ച് പിടിച്ച ഗൈസ്. പോലീസായി നമ്മളെ ബാക്കുകൾ വെച്ച് വരുന്നുണ്ട്. നമുക്ക് നേരെ പോവാം. നമുക്ക് മാക്സിമം റോഡിൽ കയറാതെ നോക്കാം കേട്ടോ ഗൈസ്. ഇത് നമ്മളെ റെയിൽവേ പാളം നമ്മൾ കണ്ട് നമുക്ക് നേരെ നമ്മളെ സീക്രട്ട് ബേസ് കൊണ്ടുപോയി വെക്കാം. അതായത് നമ്മൾ ആൾക്കാരില്ലാത്ത ഈ സ്ഥലത്ത് നമ്മൾ ഒരു ഗുഹയിൽ കൊണ്ടുവന്നിട്ടാണ്. ഈ പാളത്തൂടെ ട്രെയിനൊന്നും ഇപ്പോൾ പോകില്ല. കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ അടച്ചിട്ടിക്കാണ്. നമുക്ക് പാക ഒളിപ്പിച്ചൊക്കെ പറ്റുന്ന സ്ഥലം തന്നെ ഉള്ളൂ, പോലീസുകാർ കാണാതെ. അപ്പോൾ നമുക്ക് നേരെ പോയിക്കാണ്ട് റോൾസ് റോയ്സ് നമുക്ക് പോയിക്കാണ്ട് എടുത്തോണ്ടിരാം കേട്ടോ ഗൈസ്.
ഹാവൂ അങ്ങനെ നമ്മൾ പോലീസുകാരെ കാണാതെ നമ്മളെ റോൾസ് എടുത്തോണ്ടെന്നാണ് ഗോൾഡൻ കളറ്. നമുക്കിവിടെ നിർത്താം. നമുക്ക് അല്ലെങ്കിൽ ഇത് ഇപ്പം തന്നെ കൊണ്ടുപോയി വിറ്റാലോ ഗൈസ്. ഗോൾഡ് നമുക്ക് നമ്മളെ വീട് നോക്കുകയാണ്. നമുക്ക് ഇത് വിറ്റാൽ നല്ല പൈസയും കിട്ടും. KTM നമുക്ക് എടുക്കാം കേട്ടോ ഗൈസ്. നമുക്ക് വിൽക്കാം. നമുക്ക് നമ്മളെ ചങ്കുണ്ട് ബിസിനസ് മാന് നോക്കിക്കൊണ്ടേ നമുക്ക് ഇത് വിൽക്കാം കേട്ടോ ഗൈസ്. അപ്പം നേരെ അങ്ങോട്ട് പോവാം. നമ്മൾ പോരുന്ന വഴിക്ക് നമ്മളെ ചങ്ക് വിളിച്ചാണ്ട് പറഞ്ഞ് ഓന് നാട്ടിലില്ല, ഓനെന്തോ ബിസിനസ് ആവശ്യത്തിന് വേറെ നാട്ടിലേക്ക് പോയിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച നമ്മളെ വണ്ടി നമ്മൾ ഇവിടെ ഒളിപ്പിച്ചേക്കാം നമ്മളെ വീട്ടിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുക കേട്ടോ. അപ്പോൾ ഇതിന് പാർട്ട് 2 ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇതുവരെ കണ്ടുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കണ്ടന്റ് അടുത്ത വീഡിയോ വരാം. ഓക്കെ ബൈ.